ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. പരിക്കുകൾ ബ്രസീലിനെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നു. റോഡ്രിഗോ, എഡർ മിലിറ്റാവോ എന്നിവർ പുറത്തായി കഴിഞ്ഞു. എസ്റ്റവായോ വില്ലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതകൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിക്ക് തൻ്റെ പ്ലാനുകളിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം ESPN ബ്രസീൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് എങ്ങനെയാകും, എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ പരിക്ക് കാരണം സംഭവിക്കുക എന്നുള്ളതാണ് അവർ വിശകലനം ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഡിഫൻസിൽ എഡർ മിലിറ്റാവോ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പകരം മിക്കവാറും റോജർ ഇബാനസ് വരും എന്നാണ് ESPN ബ്രസീൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം 9 പ്രതിരോധ നിര താരങ്ങളായിരിക്കും വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവുക. വെസ്ലി, ഡാനിലോ, മാർക്കിഞ്ഞോസ്, ഗബ്രിയേൽ മഗല്ലസ്, ബ്രമർ, ലിയോ പെരേര, അലക്സാൻഡ്രോ, ഡഗ്ലസ് സാന്റോസ്, റോജർ ഇബാനസ്. ഇങ്ങനെയായിരിക്കും പ്രതിരോധ നിരയിൽ താരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അലക്സാൻഡ്രോ റിബേറോക്ക് കൂടി അവിടെ സാധ്യതയുണ്ട്. പക്ഷേ സ്ഥാനം നേടുക എന്നുള്ളത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇനി മുന്നേറ്റ നിരയിൽ എന്ത് മാറ്റങ്ങൾ സംഭവിക്കും? അതായത് എസ്റ്റവായോ വില്ലിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരേണ്ടതുണ്ട്. എസ്റ്റവായോ വില്ലൻ പുറത്തായി കഴിഞ്ഞാൽ എൻട്രിക്കിന് എന്തായാലും സ്ഥാനം ഉറപ്പാണ്. അതേസമയം മറ്റു 2 താരങ്ങൾ അത് ലുക്കാസ് പക്കേറ്റയും ഇഗോർ തിയാഗോയുമാണ്. എസ്റ്റവായോ വില്ലൻ പുറത്തായി കഴിഞ്ഞാൽ എൻട്രിക്കിന് പുറമെ ലുക്കാസ് പക്കേറ്റയും ഇഗോർ തിയാഗോയും 2 പേരും ഒരുമിച്ച് ഇടം നേടാൻ സാധ്യതയുണ്ട് എന്നാണ് ESPN ബ്രസീൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ എസ്റ്റവായോ വില്ലൻ ഉണ്ടെങ്കിൽ ലുക്കാസ് പക്കേറ്റ, ഇഗോർ തിയാഗോ, എൻട്രിക്ക് ഈ 3 താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തിന് പുറത്ത് പോകേണ്ടി വന്നേക്കും എന്നുകൂടി ESPN ബ്രസീൽ ഇപ്പോൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ വരുന്നത്. മധ്യനിരയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. എഡർ മിലിറ്റാവോ പുറത്തായതുകൊണ്ട് തന്നെ റോജർ ഇബാനസ് ഡിഫൻസിലേക്ക് വരികയാണ്. എസ്റ്റവായോ വില്ലിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിന് വേണ്ടിയാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.